നമസ്കാരം. ഗാസയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളോട് ഹമാസ് തീവ്രവാദ സംഘടന അനുകൂല നിലപാട് സ്വീകരിക്കും എന്ന് സൂചന. ഇനിയും ഹമാസ് അവരുടെ അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തിയിട്ടില്ല. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി മധ്യസ്ഥത വഹിച്ചിരുന്ന ഖത്തറും ഈജിപ്തും പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപ് വെളിപ്പെടുത്തിയത് 3-4 ദിവസം ഹമാസിന് തരും, ആ ദിവസങ്ങൾക്കുള്ളിൽ നിർബന്ധമായും തങ്ങളുടെ പ്രതികരണം അറിയിക്കണം എന്നാണ്. പ്രതികരിച്ചില്ലെങ്കിൽ അവരെ നരകം കാണിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഒപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഒപ്പിട്ടില്ല എങ്കിൽ പിന്നെ നരകത്തിലായിരിക്കും നിങ്ങളുടെ ശിഷ്ടജീവിതം എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഏതായാലും ഹമാസ് ഭീകര സംഘടന ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. 2 ദിവസം മുമ്പ്, അതായത് ബുധനാഴ്ച, മധ്യസ്ഥ രാജ്യങ്ങളുമായി അവർ കാര്യം ചർച്ച നടത്തിയതിന് ശേഷം അന്ന് തന്നെ നിലപാട് അറിയിക്കുമെന്നൊക്കെയാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എങ്കിൽ പോലും ഇനിയും ഹമാസ് ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ ഹമാസ് ആകട്ടെ കടുത്ത സമ്മർദ്ദത്തിലാണ്. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപിൻ്റെ നിർദ്ദേശത്തെ പൂർണ്ണമായും പിന്തുണച്ചിരുന്നു, ട്രംപിനെ അഭിനന്ദിച്ചിരുന്നു. അതുപോലെ ഫ്രാൻസിനെയൊക്കെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ നിലപാടിനെ എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. പുടിനും അഭിപ്രായപ്പെട്ടത് ഇത് ഒരു അവസാന ശ്രമം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഒത്തുതീർപ്പിന് എല്ലാവരും വഴങ്ങി സമാധാനപരമായി മുന്നോട്ട് പോകണം എന്നായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെ ട്രംപ് സ്വീകരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവർ പിന്മാറുന്ന മുറയ്ക്ക് ഒരു അന്താരാഷ്ട്ര നേതൃത്വത്തിലുള്ള ഒരു സൈനികർ അവിടെ എത്തണം എന്നുള്ള കാര്യം, അതുപോലെ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെ നേരത്തെയും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. അവയെല്ലാം തന്നെ ട്രംപിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹമാസിൻ്റെ പരാതി. ആ നിർദ്ദേശങ്ങളൊക്കെ ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഹമാസിൻ്റെ പരാതി. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഹമാസ് ഇനിയും ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ തങ്ങളുടെ ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. മാത്രമല്ല, ഇപ്പോഴും ഗാസയിൽ ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ബോംബാക്രമണവും മറ്റും തുടരുകയാണ്. അവിടെ സാധാരണക്കാരായ ജനങ്ങളെയല്ല, ഹമാസിൻ്റെ നേതാക്കളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോഴും നിരവധി സാധാരണ ജനങ്ങൾ തന്നെയാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ തോതിലുള്ള ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും, അത് ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ളവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളനുസരിച്ച് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം തന്നെ ട്രംപിൻ്റെ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ഹമാസിന് മറ്റു വേറെ പോംവഴികളില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവർ ഇക്കാര്യം അംഗീകരിച്ച് ഒപ്പിട്ടില്ലെങ്കിൽ ഭീകരമായ അവസ്ഥ തന്നെയായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയാം. ഇസ്രായേൽ സർവ്വശക്തി ഉപയോഗിച്ച് അവരെ ആക്രമിക്കുമ്പോൾ തങ്ങളും ഒപ്പം ഉണ്ടാകും എന്നാണ് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കൻ സൈന്യവും യുദ്ധത്തിൽ പങ്കെടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സർവനാശമായിരിക്കും സംഭവിക്കുക എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഹമാസ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസൽദീൻ ഹദാദ് എന്ന ഗാസയിലെ തന്നെ ഹമാസ് നേതാവ് ചില പാശ്ചാത്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഈ പദ്ധതി തങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ തങ്ങളിത് അംഗീകരിക്കുകയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഈ വ്യക്തി ഹമാസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവല്ല, ഗാസയിലെ മാത്രം പ്രാദേശിക നേതാവാണ്. എങ്കിൽ പോലും ഇത് മൊത്തത്തിലുള്ള ഹമാസിൻ്റെ നിലപാട് തന്നെയാണോ ഇയാൾ വ്യക്തമാക്കിയതെന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസ് അമേരിക്കയുടെ പദ്ധതി അംഗീകരിക്കുക തന്നെ ചെയ്യും, പക്ഷേ ചില ഭേദഗതികൾ അവർ നിർദ്ദേശിക്കും. ആ ഭേദഗതികൾ ഇസ്രായേലിനെ ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നതാണ് എങ്കിൽ അമേരിക്ക ഒരു കാരണവശാലും അത് അംഗീകരിക്കുകയുമില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെയാണ് പ്രധാനം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഒരുപക്ഷെ അവർ തയ്യാറായേക്കും. കാരണം തങ്ങളിനി സഹായിക്കാൻ ആരുമില്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു.